കുഞ്ഞുമോനെ ഇങ്ങനെ കിട്ടിയാ മതി. എനിക്കത് സഹിക്കാൻ വയ്യ. എന്റെ കുഞ്ഞുമോനെ ഓർത്ത് എനിക്ക് സഹിക്കാൻ വയ്യ. കുഞ്ഞുമോനെ കിട്ടണേ. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 11ാം ദിവസവും തുടരുന്നതിനിടെ കുടുംബത്തെ സന്ദർശിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മന്ത്രി ഷിബു ബേബി ജോണിനൊപ്പമാണ് വി.ഡി. സതീശൻ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു സന്ദർശനം. ഗൗതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മുഖ്യമന്ത്രി ഒരു കുടുംബത്തിനും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ് ഗൗതത്തിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചാണ് തെരച്ചിൽ നടത്തുന്നതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. പ്രതികൂല കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് തിരച്ചിൽ തടസ്സപ്പെട്ടത്. മറ്റ് ദിവസങ്ങളിലെല്ലാം വിവിധ സംവിധാനങ്ങളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനായി ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വിപുലമായ തിരച്ചിലാണിപ്പോൾ നടക്കുന്നതെന്നും കുടുംബത്തിന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. ഈ കുടുംബത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ദുരന്തമാണ് ഈ കുടുംബത്തിലുണ്ടായത്. 3 പേരെയാണ്, 2 പേരെ നഷ്ടപ്പെട്ടു, ഒരാളെ കാണാതായി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നമ്മൾ ചെയ്തത്. അവർ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്തും നടത്താത്ത രീതിയിലാണ് ആൾ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും ദിവസമായിട്ട് തിരച്ചിൽ നടത്തുന്നത്. ചില പ്രതികൂലമായ കാലാവസ്ഥയുടെ സമയത്തും മാത്രമാണ് നടക്കാറുള്ളത്. അല്ലാതെ എല്ലാ ദിവസങ്ങളും ഡോണിയർ വിമാനം ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഉള്ള പരമാവധി സ്കൂബ ഡൈവിംഗ് സംവിധാനം ഉപയോഗിച്ചും ഒക്കെ നടത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തും ഒരാൾ, മുതലപ്പുഴയിലും ഇവിടെയും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ 2 സ്ഥലത്തും പരമാവധി എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പരമാവധി നടത്തിയാണ്. പക്ഷേ ഇതുവരെ ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതിന് നിലവിലുള്ള പല നിയമങ്ങളും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം സർക്കാർ അത് നീക്കി അതിൻ്റെ ഒരു കുറവുണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും പരിഹരിക്കും. ചെയ്യാൻ കഴിയാവുന്നത്, ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി സഹായിക്കും, ഈ കുടുംബത്തെ സഹായിക്കും. ഈ രക്ഷാപ്രവർത്തനത്തിനും അന്വേഷണത്തിനും ഉള്ള ഇതുവരെ ചെയ്യാത്ത തരത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഇനി മുതൽ ഇതൊരു അനുഭവമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളൊരു നല്ല രീതി കൂടി ഉണ്ടാവും. അവരെ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല. അവർ പൊക്കോട്ടെ, ഇത് സംഭവിക്കും, കടലിൽ പോയാൽ അങ്ങനെ വിടാൻ പറ്റില്ല. നമുക്ക് അവരെ സംരക്ഷിക്കണം, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് വലിയ ശ്രദ്ധയോടുകൂടി കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ കാര്യത്തിൽ കൂടി ഇന്ത്യയിലെ ഏറ്റവും നല്ല കാലാവസ്ഥാ പ്രവചനം നടത്താൻ പറ്റുന്ന ഒരു സംസ്ഥാനമാക്കി കൂടി മാറും. കാലാവസ്ഥാ പ്രവചനം നടത്തുകയും അതോടൊപ്പം അതിൻ്റെ വാർണിംഗ് സിസ്റ്റം കുറേ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു മോഡലാക്കി കേരളത്തിന് മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ കുടുംബത്തെയും മന്ത്രിമാർ സന്ദർശിച്ചു. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി.എ. അബ്ദുൽ ഗഫൂറും പുല്ലുവിളയിലെ വീട്ടിലെത്തി. വിഴിഞ്ഞം എം.എൽ.എ. എം. വിൻസെന്റും ഒപ്പമുണ്ടായിരുന്നു. ജോണിനെ കാണാതായി 11 ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിമാർ കുടുംബത്തെ നേരിൽ കാണുന്നത്. തിരച്ചിൽ സംവിധാനങ്ങളിലെയും കാലാവസ്ഥാ മുന്നറിയിപ്പുകളിലെയും വീഴ്ചകൾ കുടുംബം മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നിലവിലെ രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്നും മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിച്ചില്ലെന്നും ജോണിന്റെ മകൻ ജിനിൽ ആരോപിച്ചു. ജോണിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പ്രതീക്ഷ കൈവിടാതെ തുടരുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോസ്റ്റ് ഗാർഡിന്റെ പരിമിതികൾ പരിഹരിക്കാനും മറൈൻ ആംബുലൻസ് സംവിധാനം ശക്തിപ്പെടുത്താനും കേന്ദ്ര സർക്കാരുമായി ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു വിലപ്പെട്ട ജീവനും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ബോട്ടും ഇവിടെ വള്ളവും തകരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സമീപനം സ്വീകരിക്കുക, നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരാളെ കാണാനുണ്ട്, തെരച്ചിൽ നടക്കുകയാണ്. കോസ്റ്റൽ പോലീസുമായി ഞങ്ങൾ 2 പേരും ഇന്ന് അതിൻ്റെ IG അക്ബറുമായിട്ട് സംസാരിച്ചു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളെ കൂടി ചേർത്തുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 സ്ഥലത്തും, പുല്ലുവിളയിലും ഇവിടെയും അതോടൊപ്പം നീണ്ടകരയിലും നടക്കുന്ന ഇതേ രീതിയിലുള്ള തെരച്ചിലാണ്. ആ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക, നിർത്തില്ല. ഏതായാലും
പലരും പറയുന്നത് 4 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടും ആൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന് ചില അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേണ്ടത്ര ബോട്ടുകളില്ല, പോലീസ് സ്റ്റേഷനില്ല, ഇങ്ങനെയുള്ള പരാതികളൊക്കെ അവർ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിഹരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കും. ഫിഷറീസ് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്ത് കോസ്റ്റ് ഗാർഡിനെ കൊണ്ടുവരാനുള്ള നടപടികൾ. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബോംബെയിൽ നിന്ന് അനുവാദം വേണം, അതിന് കുറച്ച് സമയമെടുക്കും. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ആ ഗോൾഡൻ ടൈമിൽ, ആ അവേഴ്സിൽ അടിയന്തരമായ സെർച്ചിങ് നടത്തിയാൽ ആണ് ഏറ്റവും ഫലപ്രദം. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഗാർഡിന് വന്നൊരു കാലതാമസമാണ്. അതിന് മാറ്റാൻ വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ ഞങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യും. ഇനിയൊരു അപകടമുണ്ടായാൽ എത്രയും പെട്ടെന്ന് ആ ഗോൾഡൻ അവേഴ്സിൽ തന്നെ സെർച്ചിങ് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കും. അതിന് ഒരു SOP ബഹുമാനപ്പെട്ട മന്ത്രി, ഫിഷറീസ് മന്ത്രി തയ്യാറാക്കുകയാണ്. അദ്ദേഹം അത് പറയും. അതേസമയം ജോണിനായുള്ള തിരച്ചിൽ രാമേശ്വരം ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാൻ അനുമതി ലഭിച്ചിട്ടില്ലെന്ന് ഫിഷറീസ് മന്ത്രി EV അബ്ദുൽ ഗഫൂർ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ SOP പുറത്തിറക്കുമെന്നും 2-വേ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുതലപ്പൊയിലെ വിഷയം ഞാൻ നേരത്തെ സന്ദർശിക്കുകയും അത് ജൂലൈയിൽ നമ്മൾ CWPRSൻ്റെ ടീം വരികയും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ CWPRSൻ്റെ ടീം ജൂലൈയിൽ ഇവിടെ വന്നു. ഇനി അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ലോക്കൽ അറിവുകൾ കൂടി നമ്മളൊന്ന് പരിഗണിച്ച ശേഷം ടെക്നിക്കലായിട്ട് സാങ്ഷൻ കിട്ടിയാൽ ഇതിൻ്റെ ബാക്കിയുള്ള വർക്ക് നമ്മൾ തുടങ്ങും. ഗൗതം കൃഷ്ണയ്ക്കും ജോർഡിനുമായുള്ള തിരച്ചിൽ തുടരുമ്പോൾ രക്ഷാപ്രവർത്തന സംവിധാനങ്ങളിലെ പോരായ്മകളും കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ കൃത്യതയും സംബന്ധിച്ച ചോദ്യങ്ങൾ ശക്തമാവുകയാണ്.